ശ്യാമേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കൊരു വിഷമമില്ല. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എത്രയൊക്കെ ആയാലും അച്ഛന് പകരം ആവില്ലല്ലോ അമ്മാവൻ. ബന്ധങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപേക്ഷിച്ചവനല്ലേ ശ്യാമേട്ടൻ. സ്വന്തം ജീവിതം പോലും. മോളെ, അവന് നിന്നെ ഒന്ന് കണ്ടാ മാത്രം മതിയെന്ന്, ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിന്റെ കാൽക്കൽ വീഴണമെന്ന്. കൊള്ളാം, പുതിയ നാടകം. പപ്പയും അത് കണ്ട് മയങ്ങിപ്പോയിരിക്കാം. അതോ പപ്പയും അയാളും ചേർന്നുള്ള ഒത്തുകളിയാണോ? മോളെ വേണ്ട. ഞാനും എന്റെ മോളും ഈ വീട്ടിൽ പപ്പയ്ക്ക് ഒരു ഭാരമായി തോന്നിയിരിക്കാം. ഇല്ലെങ്കിൽ ഒരിക്കലും അയാളുമായി പപ്പ കാണില്ലായിരുന്നു. ഒത്താശ പറഞ്ഞു മമ്മി എന്റെ അരികിലേക്ക് അയക്കില്ലായിരുന്നു. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നീ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അതെ, ഞാൻ കരുതുന്നത് പോലെ തന്നെയാ കാര്യങ്ങള്. എനിക്കത് ഉറപ്പാ. എന്നെ എന്റെ മോളെ തമ്മിൽ അകറ്റാനുള്ള തന്ത്രമായത് എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരിക്കലും അത് നടക്കില്ല. ഒരിക്കലും പപ്പയുടെ മനസ്സിൽ ഇപ്പൊ നടക്കാൻ പോകുന്നില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ആരാടാ ഗിരി? ഞാനാ. വാ തുറന്ന് പറയടോ. നിന്റെ അടുത്ത് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? അതൊന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ വന്ന് കാണ്. ഗിരി, ശ്യാമേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കൊരു വിഷമമില്ല. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല ഗിരി. നിന്റെ ഈ അവസ്ഥ കാണുമ്പോ ഞാനിത് സ്വയം സ്വീകരിച്ചല്ലേ ശ്യാമേട്ട. പിന്നെന്താ? ശരിക്കും പറഞ്ഞ ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഇത്രയും നാളും വീർപ്പടക്കി കൊണ്ടുനടക്കായിരുന്നു എല്ലാം. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇല്ല ശ്യാമേട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ശ്യാമേട്ടനെ കുറിച്ചാ. ശാലു ഭാഗ്യവതിയാ. എന്നെപ്പോലൊരു ഭർത്താവിന്റെ കാര്യത്തിലല്ല, ശ്യാമേട്ടനെ പോലൊരു ഏട്ടന്റെ കാര്യത്തിൽ. പിന്നെ എന്റെ കുഞ്ഞ്, അവന്റെ കാര്യത്തിലും എനിക്ക് യാതൊരു ആശങ്കയില്ല ശ്യാമേട്ട. എന്റെ സ്ഥാനത്ത് എന്നെക്കാൾ ഉത്തരവാദിത്തത്തോടെ ശ്യാമേട്ടനുണ്ടല്ലോ അവന്. നീ എന്താ ഗിരി പറയുന്നത്? എത്രയൊക്കെ ആയാലും അച്ഛന് പകരം ആവില്ലല്ലോ അമ്മാവൻ. പക്ഷെ ശ്യാമേട്ടന് സമമാകാൻ വേറെ ആർക്കും കഴിയില്ലോ ശ്യാമേട്ട. നിന്നോട് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. കേസിന്റെ കാര്യം പറയാനാ. കേസിനെ കുറിച്ച് നീ എന്ത് പറയാനാ ശ്യാമേട്ട? അത് അതിന്റെ വഴിക്ക് നടന്നോളും. ഒന്നുകിൽ കൊലക്കേർ, അല്ലെങ്കിൽ ജീവപര്യന്തം. അതിനപ്പുറം എന്താ? ഗിരി, നീ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. വേണ്ടാത്തതോ? യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതല്ലേ ശ്യാമേട്ട? രണ്ടായാലും സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുക ഞാൻ. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ ശ്യാമേട്ട? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോടതിയിൽ നീ കുറ്റം നിഷേധിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറയണം. ഇല്ല ശ്യാമേട്ട, ഞാൻ ഒരിക്കലും കുറ്റം നിഷേധിക്കില്ല. ഞാനത് ചെയ്തതാ, ഏറ്റു പറഞ്ഞതുവാ. എവിടെയാണെങ്കിലും ഇനി ഞാനതൊരിക്കലും മാറ്റി പറയില്ല. ഗിരി, പ്ലീസ്, നിന്റെ ആവേശം കളയണം. ഇത് ജീവിതമാണ്. നീ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ ശ്യാമേട്ട. ഗിരി, നീ ചെറുപ്പമാണ്. നിന്റെ ജീവിതം ഇങ്ങനെ പാഴാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറ്റൊരു ജീവിതം പാഴാക്കിയതിനുള്ള ശിക്ഷയല്ല ശ്യാമേട്ട ഇത്. സമയം കഴിഞ്ഞു. എന്തായാലും നീ നല്ലോണം ഒന്ന് ആലോചിക്കുക. നിന്നെ ഞാൻ രക്ഷിക്കാം. ശ്യാമേട്ടൻ അതിന് കഴിയോ? തെറ്റെന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും എന്നും സ്വന്തം പ്രൊഫഷനോട് നീതി പുലർത്തിയിട്ടുള്ള ആളല്ലേ. ഇന്നോളം നിരപരാധികൾക്ക് വേണ്ടി മാത്രം വാദിക്കുകയും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആദർശധീരനല്ലേ ശ്യാമേട്ടൻ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഗിരി, നിനക്കറിയാവല്ലോ,
ഒരിക്കലും ഉപേക്ഷിച്ചതായിട്ട് പോലും വീണ്ടും ഞാൻ ഈ കുപ്പായ എടുത്തിട്ട് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം. അന്ന് ശ്യാമേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കൺമുന്നിൽ നിൽക്കുന്ന ഒരു കൊലയാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാത്തിടത്തോളം ഇനിമേല ഗൗണണിഞ്ഞ് നീതിപീഠത്തിന് മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലെന്ന്. ഹ. ഇന്ന് അതേ കൊലപാതകയെ രക്ഷിക്കാൻ വീണ്ടും ഗൗണണിഞ്ഞ് നീതിപീഠത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഒരുങ്ങുന്നു. ഗിരി, ഹ. വേണ്ട ശ്യാമേട്ട. ശ്യാമേട്ടൻ വീണ്ടും വക്കീൽ കുപ്പായം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊരിക്കലും സ്വന്തം ശ്വാസം പോലെ ശ്യാമേട്ടൻ കരുതുന്ന നീതിപീഠത്തെ വഞ്ചിക്കാനാണെങ്കിൽ അത് വേണ്ട ശ്യാമേട്ട. ബന്ധങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചിലതെല്ലാം നമ്മള് ബന്ധങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപേക്ഷിച്ചവനല്ലേ ശ്യാമേട്ടൻ. സ്വന്തം ജീവിതം പോലും ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ശ്യാമേട്ടൻ ബാധിച്ച ഒരു പക്ഷെ ഞാൻ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അതോടെ ശ്യാമേട്ടൻ എന്നേക്കുമായിട്ടില്ലാതാവും. സമയം കഴിഞ്ഞു. കൂട്ടിക്കൊണ്ട് പോടോ. സമയം കഴിഞ്ഞു. ശ്യാമേട്ടൻ പൊക്കോളൂ. ബാക്കിയൊക്കെ പിന്നെ നടക്ക്. എന്താണ് കഥ തുറക്കാൻ ഇത്ര താമസം? ഇനി ഇതിന്റെ പേര് വേണ്ടാത്ത സംശയങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട. ഞാനൊന്ന് മയങ്ങിപ്പോയി, അത്ര തന്നെ. ഓ, ഒരു മയക്കം. നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടി. കാലത്തിന്റെ പോക്ക് എങ്ങനെയാ? 2000 ആണ്ടിൽ ലോകം അവസാനിക്കുമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ വർഷം 2006. സുനാമി വന്നണക്ക് ലോകം കീഴ്മേൽ മറിയും. എങ്ങനെങ്കിലും ഒന്ന് ഒടുങ്ങി കിട്ടുന്നതാ ഇതിലും ഭേദം. അതെന്റെ കുറ്റമാണോ? പോയി ഒടുങ്ങടി, ഞാനങ്ങ് സഹിച്ചോളാം. ഇങ്ങോട്ട് മാറടി. ഇതൊക്കെ മോളിൽ ഒരാൾ നോക്കി കാണുന്നുണ്ട്. അതിന്റെ ഫല നമുക്കൊരു കുഞ്ഞിക്കാരെ കാണാൻ പോലും ഭാഗ്യമില്ലാതെ പോയെ. എന്തുവാണ് നീ പറഞ്ഞത്? എന്റെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് കുട്ടികളില്ലാതെ പോയത്. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ദൈവദോഷം കിട്ടുമെന്നേ പറഞ്ഞുള്ളൂ. ദൈവദോഷം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്തത്? ഇതാ പറഞ്ഞത് നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഉള്ളത് പറയാലോ, അച്ഛനൊരു സംശയ ജീവിയാ. എന്തോന്ന് ജീവിയാടി? സംശയ ജീവിയോ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അടി. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോ. ഫിലിപ്പോസിന് ഒറ്റയ്ക്ക് ജീവിക്കാനേ പേടിയൊന്നുമില്ല. എന്റെ കർത്താവേ, ഞാനിത് എത്ര നാളായിട്ട് സഹിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അല്ല പിന്നെ ഒന്ന് ക്ഷമിച്ചളയാന്ന് വിചാരിച്ചപ്പോ അവൾ എന്റെ തലേ കയറി ഇരുന്ന് ചെവി തന്നെയാ. ഒരു കാര്യമില്ല. എന്താടി നീ പോകുന്നില്ലേ? എനിക്കൊരു പോക്കിടം ഇല്ലാത്തോണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ നാഴികയ്ക്ക് 40 തൊട്ടും ഇറങ്ങിപ്പോവാൻ പറയുന്നേ. എടി, നിന്നെ ഞാൻ തീറ്റി പോറ്റുന്നില്ലേടി. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് അനുസരിച്ചാ നിനക്ക് എന്താടി കുഴപ്പം? എന്തിനാ അച്ചായ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ഞാൻ ഇന്നേ വരെ അച്ചായനെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അച്ചായനെ പേടിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ. ആണല്ലോ. എടി, ചൊല്ലുവിളിയുള്ള ഭാര്യമാരായ അങ്ങനെ തന്നെ വേണം. എങ്കിൽ എന്റെ അന്നക്കുട്ടി ഒരു കാര്യം ചെയ്യും, ഇച്ചിരി കഞ്ഞി എടുത്തു പോയി. ഞാനേ ഒന്ന് കുളിച്ചിട്ട് ഇപ്പൊ വന്നേക്കാം. എന്ത്? ഇത് ശ്യാം സാറല്ലേ? ഇതാ മദ്രാസിൽ വെച്ച് ചത്ത പെണ്ണല്ലേ രേണുക? ഈ ഫോട്ടോ എന്തിനാ അച്ചായം കൊണ്ടു കിടക്കുന്നേ? അന്നക്കുട്ടി, നിന്റെ കൈപുണ്യ അപാരം. അങ്ങനെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞല്ലോ. കർത്താവിന് സ്തുതി.
വെച്ച് വിളമ്പാനല്ലാതെ വേറെ പിന്നെ നിന്നെ എന്തിനു കൊള്ളാടി? ദേ അച്ചായൻ വീണ്ടും വക്കാണത്തിനുള്ള പരിപാടിയാണ്. ഞാൻ പോയി കിടക്കാൻ പോവാ. എന്തിനാടി ഇത്രയും പയറിട്ട് കറി വെക്കുന്നത്? 3 ദിവസത്തേക്കുള്ള വകയുണ്ടല്ലോ. നീ ഇത്തിരി കഞ്ഞൂടെ ഇങ്ങോട്ട് എടുത്തേ. എന്തോന്നാടി അത്? ഒരു ഫോട്ടോയാ. ഫോട്ടോയോ? അച്ചായന്റെ ജുബായിന്ന് കിട്ടിയതാ. ഓ, ഞാനതങ്ങ് മറന്നു. ഇങ്ങോട്ട് എടുത്തേ. അച്ചായൻ എന്തിനാ ഈ ഫോട്ടോ? ഈ ഫോട്ടോ വെച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. ഫോട്ടോയിൽ ശ്യാം സാറിനോടൊപ്പം നിൽക്കുന്ന ആരാന്നറിയോ അച്ചായന്? ഇല്ല. അതാ രേണുക. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. മദ്രാസിൽ വെച്ച് ശ്യാം സാറിന്റെ അളിയൻ ഗിരി കൊന്നുകളഞ്ഞ പെണ്ണ. ഓ, ഞാനത് ഓർത്തില്ല. നമ്മളെ നിർമ്മല ടീച്ചറുടെ മോള്. ആ, അത് തന്നെ. ഈ ഫോട്ടോ അച്ചായൻ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? ഇത് ഞാനല്ല സൂക്ഷിച്ചു വെച്ചിരുന്നത്. തരക സാറിന്റെ മോള് ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്നോ? ഈ ഫോട്ടോ എന്തിനാ ക്ലാര സൂക്ഷിക്കുന്നേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഈ ഫോട്ടോ എങ്ങനെ ക്ലാരയുടെ റൂമിൽ വന്നു? എന്തോ ഒരു ചുറ്റിക്കളി ഇതിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം തീർച്ചയാ. ഈ ഫിലിപ്പോസ് അത് കണ്ടുപിടിക്കും, നീ നോക്കിക്കോ. അച്ചായൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോന്നേ? ആ കൊച്ചിനെ ഗിരി കൊന്നിരിക്കുക. അയാള് പോലീസിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതിനിടയിൽ അച്ചായൻ ഈ ഫോട്ടോയും പൊക്കി പിടിച്ച് ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ നടന്നാലേ ഒടുക്കം വേലി കിടന്ന പാമ്പിനെ എടുത്ത് മടി വെച്ച മാതിരിയാവും. അതങ്ങ് തിരികെ കൊടുത്തേര്. ഇല്ലടി, ഇതങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും സംതിങ് ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഈ വിവരം പുറത്താരെങ്കിലും അറിയാലോ